വാദം അവിടെ അല്ലെങ്കിൽ അതിന്റെ വിധി പ്രസ്താവം ഉടൻ തന്നെ ഉണ്ടാകും. ഷബ്നയുണ്ട് ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷബ്ന, അതിജീവിതയുടെ 8 വർഷം നീണ്ട നിയമ പോരാട്ടത്തിന്റെ അന്തിമ വിധി കൂടിയാണ്. അതിൽ അവർക്കെതിരെ കുറ്റം ചെയ്ത ആളുകൾക്ക് എന്ത് വിധി നമ്മുടെ നിയമ സംവിധാനം കൊടുക്കും എന്നതിന്റെ ഉത്തരം അല്പസമയത്തിനകം ലഭ്യമായി തുടങ്ങുമല്ലേ? അഖില, തീർച്ചയായും. കാരണം ഇതിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞു എന്ന് കോടതി തന്നെ കണ്ടെത്തിയ കേസാണ്. IPCയുടെ 120B, അതായത് ഗൂഢാലോചന. IPC 342 അനുസരിച്ച് അന്യായമായി തടങ്കൽ വെക്കൽ, IPC 354 പ്രകാരം സ്ത്രീത്വത്തെ അപമാനിക്കൽ, IPC 354B പ്രകാരം സ്ത്രീയെ ബലപ്രയോഗത്തിലൂടെ വിവസ്ത്രയാക്കൽ, IPC 376D പ്രകാരം ഗ്യാങ് റേപ്പ്, അതായത് കൂട്ടബലാത്സംഗം, IPC 366 പ്രകാരം കിഡ്നാപ്പിംഗ്, കൂടാതെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ 2 വകുപ്പുകൾ 66E-യും 67A-യും ഇത്തരത്തിലുള്ള ഗുരുതരമായ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തുകയും അത് തെളിയുകയും ചെയ്തിട്ടുള്ളത്. ഈ എല്ലാ വകുപ്പുകളും എല്ലാ പ്രതികൾക്കുമെതിരെ തെളിഞ്ഞു എന്നാണ് കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ ഇന്നിപ്പോൾ ഈ കൂട്ടുബലാത്സംഗം എന്ന കുറ്റകൃത്യം, അതായത് 376D സംബന്ധിച്ച് കോടതിയിൽ ചെറിയൊരു വാദം നടന്നിരുന്നു. മറ്റ് പ്രതികൾക്കെതിരെ പൾസർ സുനി ചെയ്ത കൃത്യത്തിന് മറ്റ് പ്രതികൾക്കെതിരെ ഇതേ തരത്തിലുള്ള ശിക്ഷ തന്നെ നൽകാൻ കഴിയുമോ എന്ന വാദം അല്ലെങ്കിൽ അത്തരത്തിലൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ ഗൂഢാലോചന കുറ്റത്തിൽ പങ്കാളിയാകുന്നവർക്ക് സമാനമായ കുറ്റകൃത്യമാണ് അതായത് ഈ 1-ാം പ്രതി ചെയ്തിട്ടുള്ള എല്ലാ കുറ്റകൃത്യവും മറ്റ് പ്രതികൾക്ക് മേൽ നിലനിൽക്കും. അങ്ങനെയായിരുന്നു 8-ാം പ്രതിയായ ദിലീപിനെതിരെ ഇത്തരം ഒരു കുറ്റം ചുമത്താൻ പ്രോസിക്യൂഷൻ തയ്യാറാകുകയും ഈ പൾസർ സുനിക്ക് ചുമത്തിയ എല്ലാ കുറ്റകൃത്യവും ദിലീപിനെതിരെ ചുമത്തുകയും ചെയ്തത്. എന്നാൽ ദിലീപിനെതിരെ ഒരു തെളിവും കണ്ടെത്താനാവാത്ത സാഹചര്യത്തിലാണ് കുറ്റവിമുക്തനാക്കിയത്. പക്ഷേ മറ്റ് 6 പ്രതികൾ, അതായത് പെരുമ്പാവൂർ വെങ്ങോല സ്വദേശിയാണ് ഈ MS സുനിൽ എന്ന് പറയുന്ന പൾസർ സുനി. ഈ പൾസർ സുനിയെ നമുക്കറിയാം, പൾസർ എന്ന ബൈക്ക് കട്ടതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മോഷണം നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ പേരാണ് ഈ പൾസർ സുനി എന്നത്. അതിന് MS സുനിൽ എന്നാണ് പൾസർ സുനിയുടെ പേര്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ സ്വദേശിയാണ് ഈ മാർട്ടിൻ ആൻ്റണി. ഈ വണ്ടി ഈ നടിയെ ആക്രമിക്കുമ്പോൾ നടി സഞ്ചരിച്ചിരുന്ന വാഹനം ഓടിച്ച ഡ്രൈവറാണ്. അതോടൊപ്പം തന്നെ എറണാകുളം സ്വദേശി തമ്മനം സ്വദേശിയാണ് മണികണ്ഠൻ. തലശ്ശേരി സ്വദേശിയാണ് വിജീഷ്. ഈ വിജീഷാണ് ഇന്ന് കോടതിയിൽ തലശ്ശേരി സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജയിലിലേക്ക് മാറ്റണം എന്നൊരാവശ്യം ഉന്നയിച്ചത്. മറ്റൊരു പ്രതിയായ സലീം, എറണാകുളം ഇടപ്പള്ളി സ്വദേശിയാണ് സലീം. ഇന്ന് സലീമിൻ്റെ അഭിഭാഷകൻ ഒരു വാദം കോടതിയിൽ ഉന്നയിച്ചത് അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം എടുത്തു പറഞ്ഞത്, ഈ വടിവാൾ സലീം എന്ന് പറയുന്നത് അത് പോലീസ് ഇട്ടൊരു പേരാണ്, തനിക്കറിയില്ല അങ്ങനെ ഒരു പേര്. വടിവാൾ ഉപയോഗിച്ച് താൻ ഒരു അക്രമവും നടത്തിയിട്ടില്ല. വടിവാൾ സലീം എന്ന് പറഞ്ഞത് പോലീസാണ് ഇത്തരത്തിലൊരു പേര് തനിക്കിട്ടത് എന്ന് അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ പറഞ്ഞതും കൗതുകമായിരുന്നു. കാരണം ആ രീതിയിലൊരു വടിവാളുകളുടെ അക്രമം താൻ ഇതുവരെയും നടത്തുകയോ അത്തരത്തിൽ ഒരു പേര് വരേണ്ട സാഹചര്യമോ ഇല്ല എന്നാണ് അഭിഭാഷകൻ പറഞ്ഞത്. മറ്റ് 6-ാമത്തെ പ്രതി തിരുവല്ല സ്വദേശിയാണ് പ്രദീപ്. ഇത്തരത്തിൽ ആണ് പ്രതിപട്ടികയിലുള്ളവർ. ഇവർക്ക് 6 പേർക്കും ഒരേ രീതിയിലുള്ള കുറ്റം ചുമത്തുകയും അത് തെളിയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ശിക്ഷ വിധിക്കുമ്പോൾ ഈ കൂട്ടബലാത്സംഗത്തിനുള്ള ശിക്ഷ ഒരുപക്ഷെ ഇവർക്ക് ഈ പൾസർ സുനി അല്ലാതെ മറ്റ് പ്രതികൾക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം എന്നാൽ പൾസർ സുനിക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ IPC സെക്ഷൻസ് പ്രകാരം ഉള്ള കുറ്റകൃത്യം വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ പൾസർ സുനിക്ക് ജീവപര്യന്തമോ അല്ലെങ്കിൽ 20 വർഷം തടവും പിഴ എന്തായാലും ഉണ്ടാകും. ഇത്തരത്തിൽ പിഴത്തുക ഇട്ടാൽ അത് ഈ പരാതിക്കാരിക്ക് അതിജീവിതയ്ക്കുള്ളതാണ് ഈ പിഴത്തുക. അത്തരം പിഴ ഈടാക്കുകയും ഈ 20 വർഷമോ അല്ലെങ്കിൽ ജീവപര്യന്തമോ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ജീവിതാവസാനം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് തെളിഞ്ഞിട്ടുള്ളത്. പക്ഷേ അത്തരത്തിലൊരു ഒരു നടപടിയിലേക്ക് ഒരു പക്ഷേ കോടതി പോകില്ല. പൾസർ സുനി ശിക്ഷയിൽ ഇളവ് വേണം, അമ്മയ്ക്ക് സുഖമില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിരുന്നു കോടതിയിൽ. ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ കോടതി പരിഗണിക്കുമോ എന്ന് നമുക്ക് ഇപ്പോൾ വ്യക്തമല്ല. അല്പസമയത്തിനകം തന്നെ കോടതി വിധി, ശിക്ഷാവിധി 4 മണിക്ക് എന്ന കാര്യമാണ് ഇപ്പോൾ വരുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധി 4 മണിക്കായിരിക്കുമെന്ന വിവരം കൂടി വരുന്നു. തീർച്ചയായും. കാരണം ഇപ്പോൾ നമുക്കറിയാം 4 മണിക്ക് ഈ പ്രതികൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ഈ വിധിപ്പകർപ്പിൽ എഴുതി ചേർക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ നടത്തിയ വാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ വിധിപ്പകർപ്പിനുള്ളിൽ എഴുതി ചേർക്കുകയും അതുകൊണ്ട് തന്നെ 4 മണിയോടുകൂടി ഈ കേസിൻ്റെ വിധി പറയാമെന്നിപ്പോൾ കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം 3:30-ക്കായിരുന്നു വിധി പറയാനെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നത്. അല്ലെങ്കിൽ 3:30-ക്ക് കോടതി എത്തുമെന്ന് പറയുകയും അതനുസരിച്ച് പ്രതികൾ ഹാജരാകുകയും ചെയ്തിരുന്നു. എന്നാൽ 4 മണിക്ക് പറയാമെന്നാണ്
എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇതിൻ്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ രാവിലെ നടന്നിട്ടുള്ള വാദപ്രതിവാദങ്ങൾ വിധിയുടെ ഭാഗമായി എഴുതി ചേർക്കേണ്ടതുണ്ട്. അത്തരത്തിൽ എഴുതി ചേർക്കാനുള്ള കാലതാമസം അല്ലെങ്കിൽ ആ രീതിയിലുള്ള താമസമാകാം ഒരു പക്ഷേ ഈ വിധി പറയാൻ താമസിക്കുന്നതിന് കാരണം. ഏതായാലും 4 മണിക്ക് വിധി പറയും എന്ന്